ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ മുന്നോട്ട് ഒരു ഗതിയുമില്ലാത്ത തരത്തിൽ സാത്താൻ ബന്ധിച്ചിട്ട അവസ്ഥയാണ് എങ്കിൽ ആ ബന്ധനാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. തിരുവചനം ഇന്ന് നാം വായിക്കുമ്പോൾ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് കാണുന്നത്. ഏകദേശം 4000 തൊട്ട് 6000 വരെ വരുന്ന പിശാചുക്കൾ ഒരു ചെറുപ്പക്കാരനിൽ കുടികൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാക്കി മാറ്റിയ ഒരു സംഭവമാണ് ഇന്ന് നാം വായിക്കുന്നത്. കർത്താവായ യേശു അവൻ്റെ അടുക്കൽ അവനെ തെരഞ്ഞ് ചെന്നു, അവന് സൗഖ്യം കൊടുത്തു. പിശാചുക്കളെ അവൻ ബഹിഷ്കരിച്ച് പന്നികളിലേക്ക് അയച്ചത് നമുക്കറിയാം. ഇന്ന് നാം ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമുക്ക് ഈ അവസ്ഥയാണ് എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ രക്ഷകനായ ഈശോയെ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മരണത്തെയും സാത്താനെയും കീഴടക്കി വിജയിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതിനാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥകളെ സമർപ്പിച്ച് എല്ലാ ബന്ധനാവസ്ഥകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനായി വിശ്വാസത്തോടെ തിരുവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശു കടലിൻ്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നു. എങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ചു തന്നെ അവൻ യേശുവിനെ കണ്ടു. ഓടിവന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങെന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. യേശു അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബന്ധനാവസ്ഥയിലാക്കിയിരിക്കുന്ന ലെഗിയോനെ ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി ആട്ടിപ്പുറത്താക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എത്ര പരിശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, എങ്ങനെയും തടസ്സങ്ങൾ കാരണം ഒന്നിലും പുരോഗതിയില്ലാത്ത അവസ്ഥ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എങ്കിലും ഒന്നും ചെയ്തു തീർക്കാൻ കഴിയാതെ ദിവസങ്ങൾ ഫലശൂന്യമായി കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ കർത്താവെ, നീ ഞങ്ങളെ തൊടണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ലെഗിയോനെ എന്നേക്കുമായി നീ പുറത്താക്കണമേ, ആട്ടിപ്പുറത്താക്കണമേ. യേശുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പിശാചിൽ നിന്നും, മരണത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, വേദനയിൽ നിന്നും, സഹനങ്ങളിൽ നിന്നും കർത്താവേ, നീ ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നീ എത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടെടുക്കുന്നതിനും, തടസ്സങ്ങൾ മാറി ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നതിനും, ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളെയും പിശാചിനെ എന്നേക്കുമായി നീ തകർത്തെറിയണമേ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ നീ വെടിപ്പാക്കണമേ, വിശുദ്ധമാക്കണമേ. കർത്താവേ, സകല അശുദ്ധിയും തിന്മകളും ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഈ ലോകത്തിൻ്റെ സകല തിന്മകളും, ഞങ്ങളുടെ ജഡിക തിന്മകൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എല്ലാം ഈശോയെ നീ കാണുന്നുണ്ടല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഈ പിശാച് ബാധിതനെ, 6000 കണക്കിന് പിശാചുക്കൾ കുടികൊണ്ട ഈ യുവാവിനെ നീ രക്ഷിച്ചതുകൊണ്ട് അവന് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചു. കർത്താവേ, നീ അവനോട് കരുണ കാണിച്ചതുപോലെ ഇന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും നീ കരുണ കാണിക്കണമേ. കർത്താവേ, നിൻ്റെ കരുണ എത്രയധികം എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ വചനങ്ങളിലൂടെ നിൻ്റെ കാരുണ്യം എന്തുമാത്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പാപാവസ്ഥയിൽ, ബന്ധനാവസ്ഥയിൽ ഞങ്ങളെ തേടിയെത്തുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളിൽ കുടികൊള്ളുന്ന സകല അശുദ്ധാത്മാക്കളെയും, ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളെ, ഞങ്ങളുടെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളെ, ഞങ്ങളുടെ കുടുംബ ഭദ്രത തകർക്കുന്ന സകല ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, നിൻ്റെ ശക്തി അയച്ച് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭവനത്തിലകത്ത് ദുഷ്ടമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ചില വ്യക്തികൾ ഉണ്ട്. ഇന്ന് നീ അവർക്ക് അനുതാപം കൊടുക്കണമേ. ദൈവീക അനുതാപം കൊടുത്ത് ഈ മക്കളെ യേശുക്രിസ്തുവിൻ്റെ തിരുച്ചോരയാൽ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റായ പ്രേമബന്ധത്തിൽ കുടുങ്ങിക്കൊടുക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായിരുന്നിട്ടും തെറ്റായ പ്രേമബന്ധത്തിൽ നിന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്ന മക്കളെ ഈശോയെ നിൻ്റെ കാരുണ്യത്താൽ തിരികെ കൊണ്ടുവരണമേ. നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ. നിൻ്റെ രക്ഷ ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ക്യാൻസർ ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിനക്ക് മാത്രമേ ഈ മകളെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും മേൽ ഇന്ന് നിൻ്റെ കരുണ ചൊരിയണമേ. ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്നവർക്ക് നിൻ്റെ കരുണ അയച്ച് അവരെ സംരക്ഷിക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും കൂടെയിരുന്ന് ശക്തി കൊടുത്ത്, ആത്മവിശ്വാസം കൊടുത്ത്, ആത്മബലം കൊടുത്ത്, പഠിച്ചതെല്ലാം ഓർക്കാനുള്ള ശക്തി കൊടുത്ത് അവരെ നീ വിജ്ഞാനവും വിവേകവും കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. ഇന്ന് രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പല്ലുവേദനയും മോണപ്പഴുപ്പുമുള്ള എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ കഴപ്പ്, നടുവിന് വേദന, മുട്ടുവേദന, മറ്റ് ജോയിൻസ് പെയിനുള്ള എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം
വെള്ളപ്പാണ്ടുള്ള ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രഷറും ഷുഗറും കാരണം അസ്വസ്ഥതയും വേദനയുമുള്ള, തളർച്ചയും ക്ഷീണവുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ മഹത്വം ഇന്നീ മക്കളെ സുഖപ്പെടുത്തണമേ. നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ബന്ധനസ്ഥരും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ മോചിതരാകട്ടെ. കർത്താവേ, നിന്റെ തിരുരക്തമൊഴിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള ഒരു ദുഷ്ടപ്രവർത്തനങ്ങളെയും ഞങ്ങളിൽ നടമാടാതിരിക്കാൻ നിന്റെ ശക്തി ഞങ്ങളിൽ പ്രവഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ പോക്കും വരവുമെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവീകരെ സമർപ്പിക്കുന്നു. പൂർവീകരിൽ കൂടി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും ശാപദോഷങ്ങളും യേശുവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് പൂർണ്ണ മോചനം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന സകല പൈശാചിക ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നേക്കുമായി ആട്ടിപ്പായിക്കുന്നു. ഞങ്ങൾ ദൈവമക്കളാണ്. കർത്താവായ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളാണ് ഞങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു സ്വജീവൻ വെടിഞ്ഞ് പീഠാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശുമരണം പ്രാപിച്ച് അവിടുത്തെ തിരുരക്തം ചിന്തി അവിടുത്തെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ച് അവിടുന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവരാണ്. ഞങ്ങൾ ദൈവമക്കളാണ്. അതിനാൽ ഞങ്ങളെ അലട്ടാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചികതയെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുതാപത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവീക അനുതാപത്തിലേക്ക് പ്രവേശിക്കട്ടെ. നൊയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. യേശുവേ, നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടായിരിക്കട്ടെ. ഗരസനരുടെ നാട്ടിലെ യുവാവിനെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. അവനോട് കർത്താവ് കരുണ കാണിച്ചതുപോലെ ഇന്ന് നമ്മളോടും ഇന്ന് കർത്താവ് കരുണ കാണിക്കും. ആ കരുണയിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക. അതേറ്റുപറയുക. അതിന് സാക്ഷികളാകുക. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നമുക്ക് ലഭിക്കട്ടെ. സൗഖ്യവും സമാധാനവും നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ പ്രത്യേകമായി കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, കരുണ കാണിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും, പിശാചിനെ എന്നേക്കുമായി അമ്മേ മാതാവേ നിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. നിൻ്റെ മക്കളായ ഞങ്ങളുടെ മേൽ നിൻ്റെ കാരുണ്യം ചൊരിഞ്ഞ് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന ദുഷ്ടപിശാചുക്കളിൽ നിന്ന് അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം സകല പൈശാചിക ഉപദ്രവത്തിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെ, മക്കളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ അവിടുന്ന് രക്ഷിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം ഇന്നുമെന്നും നമ്മുടെ മേൽ പതിക്കട്ടെ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരുടെയും മേൽ കർത്താവ് കരുണ ചൊരിയും. ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തിരിക്കും. അതിനാൽ ആർക്കൊക്കെ ഇതയച്ചു കൊടുക്കാൻ പറ്റുമോ, ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ അവർക്കിത് അയച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന കേൾക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹം ഈ ലോകമെമ്പാടും സകല ജനങ്ങൾക്കും ലഭിക്കുന്നതിന്, കർത്താവിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.